അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു അഭിമുഖത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് സ്വാലിഹ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരത്തിൽ ലഹരിയുടെ വഴികളിലൂടെ ചില കാലഘട്ടത്തിൽ സഞ്ചരിക്കേണ്ടി വരികയും എന്നാൽ അതിൽ നിന്ന് വളരെ സുന്ദരമായി നല്ല വഴിയിലേക്ക് തിരിച്ചെത്തുകയും ശേഷം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനും മറ്റുമൊക്കെയായി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അത്തരത്തിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു അഭിമുഖത്തിൽ സ്വാലിഹ് എത്തിയിട്ടുള്ളത്. സ്വാലിഹിനെ ഈ ഒരു അഭിമുഖത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. തീർച്ചയായിട്ടും സ്വാലിഹിൻ്റെ ചില അഭിമുഖങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലും മറ്റു ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഞ്ചരിച്ച വഴികളെക്കുറിച്ച് കാര്യമായി ഇന്നത്തെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഒരുപക്ഷെ ഈ ലഹരിയുടെ വഴികളിലൊക്കെ ഉൾപ്പെട്ടു പോയ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ, വിദ്യാർത്ഥികൾ, അങ്ങനെ അകപ്പെട്ടു പോയവർക്ക് തിരിച്ചു വരാൻ ആ ഒരു തിരിച്ചുവരവ് വളരെ സുന്ദരമായി സാധിക്കും എന്നതിൻ്റെ ഒരു മാതൃക കൂടിയായിട്ടാണ് നമ്മൾ സ്വാലിഹിനെ കാണുന്നത്. ആ ഒരു തിരിച്ചുവരവ് എങ്ങനെ സാധ്യമായി എന്നത് തന്നെയാണ് ഇന്നത്തെ ഒരു അഭിമുഖത്തിലൂടെ മെസ്സേജായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു തിരിച്ചുവരവിൻ്റെ വഴികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീട്ടിലത്തെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുമ്പ് മീഡിയകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസുകളിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4 കൊല്ലത്തോളം ഞാൻ ഇതിൻ്റെ നന്നായിട്ട് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ലഹരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് കിട്ടാതെ വരികയും അവസാനം ഞാൻ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയ്ക്ക് എത്തി. അങ്ങനെ തന്നെ പിടിക്കപ്പെട്ടിട്ട് ഒരു 4 മാസത്തോളം എനിക്ക് ഇതിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഞാൻ അവിടെ വല്ലാതെ വയലൻ്റായി. അവിടെ വെച്ചിട്ട് ഒരു 2 മാസത്തോളം കുഴപ്പമൊന്നും ഉണ്ടാകാതെ അങ്ങനെ പോയി. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാതെ ആയപ്പോൾ വല്ലാതെ വയലൻ്റ് ആകാൻ തുടങ്ങി. അങ്ങനെ വയലൻ്റ് ആയിട്ടൊരു 2 ആഴ്ച കഴിയാൻ തുടങ്ങിയപ്പോൾ പിന്നീട് വല്ലാതെ പ്രശ്നമായപ്പോൾ അങ്ങനെ എൻ്റെ സൂപ്രണ്ട് എന്നെ ഒന്ന് സമീപിച്ചു. എന്നോട് എന്താണ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് അന്വേഷിച്ചു. അങ്ങനെ സൂപ്രണ്ട് മുഖാന്തരം എന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കാൻ തീരുമാനിച്ചു. ഞാനും പറഞ്ഞു എനിക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മജിസ്ട്രേറ്റുമായിട്ട് സംസാരിച്ചിട്ട് മജിസ്ട്രേറ്റാണ് എനിക്ക് കൗൺസിലിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ ആ അവസാനം വരെയൊക്കെയുള്ളത് ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം മജിസ്ട്രേറ്റ് മുന്നിൽ ഇരുന്നിട്ടാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം സാധാരണ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടോ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അത് വല്ലാതെ എന്നെ സ്വാധീനിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് തിരിച്ചു വിളിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി തരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ആളുകളെ ഒന്നുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരോ എന്തോന്നില്ല നമ്മുടെ മക്കൾക്ക് പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. കാരണം മറ്റു വഴിയിൽ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ വേറെ ആൾക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കൂല. കാരണം ഒന്ന് അവനവൻ്റെ മകനാണെങ്കിൽ മകന് പറ്റണം, അല്ലെങ്കിൽ മകളാണെങ്കിൽ മകൾക്ക് പറ്റണം. അപ്പോൾ എന്ത് ചെയ്യും, തേടും. അത് എങ്ങനെ നമ്മൾ തേടും. അപ്പോൾ അതേപോലെ തന്നെ നാളെ അത് നമ്മുടെ മകൻക്ക് അല്ലെങ്കിൽ മക്കൾക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഈ പറഞ്ഞ ആ ഒരു മജിസ്ട്രേറ്റിനൊക്കെ പ്രത്യേകം ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. സൂപ്രണ്ട് അതുപോലെ തന്നെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ CI ബിനീഷ്, അദ്ദേഹം, അതുപോലെ തന്നെ എൻ്റെ എടുത്തു പറയേണ്ട ഒരാളാണ് എൻ്റെ കാരണൂര്. കാരണം എൻ്റെ ഖലീഫാരി മാഷാണ്, സ്കൂളിലത്തെ അധ്യാപകനാണ്. അതുപോലെ തന്നെ എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് ഹാഷിം ചെറുപ്പശ്ശേരി. അപ്പോൾ ഈ ഹാഷിമുണ്ടല്ലോ, ഹാഷിമിൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് ഹാഷിമിൻ്റെ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു അവന് തിരിച്ച് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ എൻ്റെ കാരണവരത്തും ഇതൊക്കെ പറഞ്ഞത് അവനെ കൊണ്ട് ഇനി തിരിച്ചു വരാൻ പറ്റില്ല, അവന് തിരിച്ചു വരികയാണെങ്കിൽ പഴയ ജീവിതത്തിലേക്ക് തന്നെ പോകുള്ളൂ എന്നുള്ളത് അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും അഭിമാനത്തോട് കൂടിയിട്ട് ഇപ്പോഴും അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്.
അവരെ പ്രത്യേകം അഭിനന്ദിക്കണം ഈ പറഞ്ഞ വ്യക്തികളൊക്കെ. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വഴിയോരങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട് കാണുന്ന ആളുകളെ തിരിച്ചു വിളിക്കാൻ കുറെ പേരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വരും. ഓപ്പൺ ആയിട്ട് എന്തായാലും വരും, കുട്ടികൾ വരും. കാരണം ഇപ്പൊ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാം, വേറെ ആളിനെ പറയണ്ട, എന്റെ കാര്യം തന്നെ പറയാം. കാരണം ചിലപ്പോ നാളെ എന്താകും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അത് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നില്ലത് ആയി. കാരണം ഇപ്പം എൻ്റെ അഡ്വക്കേറ്റ് ആണെങ്കിലും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും എനിക്ക് ഒരുപാട് അവർ ഇങ്ങനെ കൗൺസിലിങ് ചെയ്തിട്ടും മറ്റു എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കത് കൂടുതൽ ഊർജ്ജമാകുക ചെയ്യുള്ളൂ. കാരണം ഇനിയും മുന്നേറണം, ഉയരങ്ങളിൽ എത്തിപ്പെടണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ എന്തായാലും വരും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരും. മറ്റേത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോട്ടെ എന്ന് ഒഴിവാക്കുമ്പോഴാണ് അവർ അതിലും വലിയ ക്രിമിനലായിട്ട് മാറുക ചെയ്യുക. അത് നമ്മൾ അവരെ ഇപ്പോൾ നിലവിൽ ഉള്ള ആളുകളുണ്ടാവുമല്ലോ, ഇപ്പോൾ നിലവിൽ ഇതുപോലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ ഒരു നിമിഷം ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് അവർക്ക് വേണ്ടി സമയം ചിലവാക്കിയിട്ട് അവരെ നാട്ടിൽ കൂടെ പറഞ്ഞ് നടക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് സമയം ചിലവാക്കി അവരെ അടുത്തിരുത്തിയിട്ട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആൾ നാളത്തെ നല്ല അടിപൊളി, നാളത്തെ ഏറ്റവും വലിയ ആള് ചിലപ്പോൾ മുമ്പിലാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ തിരിച്ചു വിളിക്കാൻ നമ്മൾ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള വ്യക്തികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ അടിമപ്പെട്ടു പോകുന്ന ആളുകളെ പിന്നീട് പാടെ ഒഴിവാക്കി കളയുന്നത്. അതാണ് ശരിക്കും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അവരെ തിരിച്ചു വിളിക്കാൻ സാഹചര്യം, ഒരു നിമിഷം അവരെ ഒരു 10 മിനിറ്റ് വേണ്ട, കൂടുതലൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ട് അവരോട് എന്താണ് എന്റെ പ്രശ്നം സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അവർ ഒന്നും ഉണ്ടാവില്ല. നാളെ ചിലപ്പോൾ അവരായിരിക്കും സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകളായി മാറുന്നത്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രായ ആളുകൾ ആരും ഇത് ഉപയോഗിക്കില്ല, ലഹരി വസ്തുക്കൾ ആരും പ്രായ ആളുകൾ ആരും ഉപയോഗിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോ മദ്യപിക്കും. അതിന്റെ മദ്യം അത് തന്നെ അത് രാജാവാണ് എന്ന് തന്നെ നടക്കുന്ന ആളുകളാണ്. പക്ഷെ അതിന്നൊക്കെ വിട്ടിട്ട് നമ്മുടെ കുട്ടികൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മദ്യത്തിനേക്കാൾ, മദ്യം എന്ന് പറയുന്നത് പോലെയല്ല, മദ്യവും ലഹരിയാണ്, ലഹരി തന്നെയാണ്. മദ്യത്തിനേക്കാൾ വലിയ ഇതിലാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു നാളത്തെ സമൂഹത്തിനെ ഇല്ലാതാക്കുക ചെയ്യുള്ളൂ. കാരണം കുട്ടികളല്ലേ. ഈ ഒരു സംഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് ഇതിനടിമപ്പെട്ടു പോയവർക്ക് കൂടി വലിയൊരു മെസ്സേജ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരുപാട് വഴികൾ സർക്കാർ ആയാലും അല്ലെങ്കിൽ മറ്റു മേഖലയിലായാലും ഒക്കെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇവിടെ ഉണ്ട്. സ്വാലിഹ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, ഇനി ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇനിയും ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള വഴികളെക്കുറിച്ചാണ് ഞാൻ അടുത്തതായി സ്വാലിഹിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്വാലിഹ് എത്തിപ്പെട്ട വഴികളായാലും അല്ലെങ്കിൽ അതിനുശേഷം സ്വാലിഹ് ഇത്തരത്തിലുള്ള ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ അറിയുന്ന വഴികൾ എന്താണ്? എങ്ങനെയാണ് കുട്ടികൾ ആദ്യമായി ഇതിലേക്ക് എത്തിയത്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് വയനാടുള്ള ഒരു ഫാമിലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 16 വയസ്സിൽ തുടങ്ങിയ ഞാൻ ഈ പയ്യന്, ചെക്കനിപ്പോൾ 18 വയസ്സായിക്കണം, പ്രായപൂർത്തിയായി, കുഴപ്പമില്ലാതായി. അവർ 2 സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. പക്ഷെ 2 സ്ഥലത്തു നിന്നും അവർക്ക് ഇവന് ചാടിപ്പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം വയലന്റ് ആണ്, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനല്ല അവനെ നിയന്ത്രിക്കുന്നത്, കാരണം അവനെ നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിലെ ലഹരിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടുന്ന് ചാടി പോന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിലേക്കല്ലേ തിരിച്ചു വരുള്ളൂ. ആ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ, കാരണം വീട്ടുകാർ പിന്നെ അവരെ അഡ്മിറ്റ് ആക്കണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലാണ് വന്നത്. അപ്പോൾ അവർ അഡ്മിറ്റ് ആക്കാന്ന് പറയുമ്പോൾ അവരത് വലിയൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത്. വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം അഡ്മിറ്റ് ആക്കുക, നമ്മളെ കുട്ടി അഡ്മിറ്റാണ്, ഇതെന്താ സംഭവം? ആളുകൾ പറയുമ്പോൾ ആളുകൾ ഇത് എന്തോ ഒരു വലിയ സംഭവമായിട്ട് ആളുകൾ കാണുക. കാരണം ആ കുട്ടീനെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ശ്രമിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ ഒരു വലിയ സമൂഹമാണ് അവരൊക്കെ. കാരണം ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാളെ ചിലപ്പോൾ ഒരു പക്ഷെ അവരായിരിക്കും സമൂഹത്തിൽ ഏറ്റവും വലിയ ആളുകളായിട്ട് മാറുന്നത്. അപ്പോൾ ഇവര് എത്തിപ്പെടുന്ന വഴികൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഒന്നാമത് കൂട്ടുകെട്ടാണ്. നമുക്ക് നല്ല കൂട്ടുകെട്ടും തിരഞ്ഞെടുക്കാം, ചീത്തതും തിരഞ്ഞെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ
അത് നല്ലതാണെന്നുള്ളത് നമ്മൾ 100% ഉറപ്പിക്കണം. കാരണം നമ്മളൊരു കൂട്ടുകെട്ട്, ഇപ്പോൾ ഒരു സിഗരറ്റിന് തുടങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ്, നമ്മൾ സിഗരറ്റ് വലിച്ചു തുടങ്ങുകയാണ്, അപ്പോൾ ഞാൻ പരസ്പരം നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു കൂട്ടുകെട്ടാണ്. അപ്പോൾ ആ സിഗരറ്റ് നാളേക്ക് എന്ത് ചെയ്യും, ആ സിഗരറ്റ് നേരെ മാറുന്നത് കഞ്ചാവിലേക്കാവും. അത് മാറുന്നുണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത് നമ്മളാണ്. കാരണം നിങ്ങളും ഞാനും ചിന്തിക്കണം. കാരണം നമ്മൾ രണ്ടാളാകുമ്പോൾ സിഗരറ്റ് അല്ലേ, ഒന്ന് വലിച്ചു നോക്കാം. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് കഞ്ചാവില്ലേ ഒന്ന് വലിച്ചു നോക്കാം നമുക്ക് കണ്ടിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യും, കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് വലിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടണം, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം നമ്മുടെ സമൂഹം അതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അത് സുലഭമാണെന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ അടിവരടാൻ തോന്നിയൊരു പോയിന്റും അത് തന്നെയാണ്. കൂട്ടുകെട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അത് ഏറ്റവും നല്ല കൂട്ടുകാരെ ചിന്തിച്ചിട്ട് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമോ അത്രയും ചിന്തിച്ചിട്ട്. നമ്മൾ രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, എന്താണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ രാഷ്ട്രീയത്തിലേക്ക് ചേരുള്ളൂ. അപ്പൊ കുട്ടികൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയമാണ്, കുട്ടികളുടെ ഉള്ളിൽ പെട്ടെന്നത് അതാണ്. മുതിർന്നവരാകുമ്പോൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഫുള്ള് ചിന്തിച്ച് പഠിച്ചിടാം. അതുപോലെ തന്നെ നല്ലൊരു കൂട്ടുകെട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. കാരണം ഇവൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൈ കൊടുത്തിട്ട് കൂട്ടുകെട്ടാവും. ആ കൂട്ടുകെട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ നാളെ എത്തിക്കും. അതുകൊണ്ട് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. കൂട്ടുകെട്ട് പ്രത്യേകിച്ച് നമ്മൾ പുതിയ ക്യാമ്പസിലും പുതിയ സ്കൂളുകളിലും ഒക്കെ എത്തിച്ചേരുന്ന സന്ദർഭത്തിലായാലും അല്ലെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്ന കുട്ടികളോട്, വിദ്യാർത്ഥികളോടാണ് തീർച്ചയായിട്ടും സ്വാലിഹ് പറഞ്ഞത്. നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കുക എന്നത് ഏതു കാര്യത്തിനും വന്ന പോലെ ഈ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ്, പല സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ലഹരി ഇത്രത്തോളം സുലഭമാണോ, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് ഇത് എത്തിപ്പെടുന്നത്? അല്ലെങ്കിൽ അവരുടെ ഒരു ആകാംക്ഷ തോന്നുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെ ഈ ലഹരി ഉണ്ടോ എന്ന് നമുക്കൊക്കെ സംശയം തോന്നാറുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം നിങ്ങൾ അധ്യാപകനാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു, നിങ്ങൾ സിഗരറ്റ് മറ്റുള്ള ഒരു ദുഷ്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ മറിച്ച് എന്നെ പോലുള്ള, അല്ലെങ്കിൽ എൻ്റെ കാര്യം പറയാലോ, എന്നെ പോലത്തുള്ള ആളുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ, ഉപയോഗം നിർത്തിയവരാണെന്നുണ്ടെങ്കിലും അവർക്ക് എങ്ങനെ നോക്കിയാലും ഏത് കുട്ടിക്കുമാണോ, ഇപ്പം നിങ്ങൾ അധ്യാപകനാണെന്ന് പറഞ്ഞല്ലോ, കാരണം നിങ്ങളുടെ ഭാഗം എങ്ങനെയായാലും ആളുകൾ ചിന്തിക്കും. കാരണം ഇത് ഉപയോഗിക്കുന്നവരും കച്ചവടക്കാരും ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കിട്ടില്ല. അത് ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പെട്ടെന്ന് നമുക്ക് ആകർഷിക്കാൻ പറ്റും. ഇപ്പോൾ MDMA പോലത്തെ സംഭവം ഒരൊറ്റ വട്ടം ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള കാശ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ അടുത്തേക്ക് എത്തും. അത് വലിയ വലിയ ആളുകളാണ്, അവരാ കെണിയിലാണ്ട് പെട്ടുപോയാൽ പിന്നെ അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ട്. അപ്പോ ശരിക്കും ഇവർക്ക് അറിയാം, ഇതിന്റെ ഏജന്റുമാർക്ക് അറിയാം ആരെ വലയിലാക്കിയാലാണ് നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അവർക്കും നല്ല ബുദ്ധിയുണ്ട്. പിന്നെ അവർ ബുദ്ധിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്പം പക്വതയുള്ള അധ്യാപകരിലേക്കോ അല്ലെങ്കിൽ മുതിർന്നവരിലേക്കോ കാര്യമായി ഇത് എത്തിപ്പെടാതിരിക്കാനുള്ള സാഹചര്യം അതുകൊണ്ടായിരിക്കാം. അത് വളരെ കമ്മിയാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറിയാം അതാരാണ്. കഞ്ചാവ് അടിക്കുന്ന ആളാണ്, കഞ്ചാവ് അടിക്കുന്ന ആളാണ്. കാരണം ആ ഉദ്യോഗസ്ഥന് നന്നായിട്ട് അറിയുന്നുണ്ടാവും അത് കഞ്ചാവ് അടിക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർ നോട്ടിങ് വരും, അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല, അവർ ആ ഭാഗങ്ങൾ ഫുൾ ഒഴിവാകും. പിന്നെ അവർ നേരെ പോകുന്നത് കുട്ടികളുടെ അടുത്തേക്ക് പോകുള്ളൂ. കാരണം ഈ ഞാൻ മുമ്പ് തന്നെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞല്ലോ, പ്രായമായ ആളുകൾക്ക് ഇത് കൊടുക്കില്ല. കാരണം ഒന്നാമത് അവരിത് വല്ലാതെ ഉപയോഗിക്കില്ല. പറഞ്ഞല്ലേ, മദ്യപാനം മറ്റു അത് ഇത് നടക്കുന്ന ആളുകളാണ്. പക്ഷെ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആകർഷിക്കാം. ഈ MDMA എന്ന് പറഞ്ഞ സാധനം MDMA ഒറ്റ വട്ടം ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അതിന് കാശുണ്ടാക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടാകും, ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയുന്നുണ്ടാകും. പക്ഷെ വീട്ടുകാർ പേടി കൊണ്ട് പറയുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മക്കളല്ലേ, കാരണം പുറം ലോകം അറിഞ്ഞാൽ നമ്മളെ മക്കളെ ഭാവി, കാരണം ഏത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെന്നുണ്ടെങ്കിലും ചിന്തിക്കുക എന്താ, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകള് അവരാണ് ഏറ്റവും വലുത് എന്നിട്ട് ആഗ്രഹിക്കുന്ന നമ്മളെ മാതാപിതാക്കൾ. അപ്പോൾ എങ്ങനെയാണെങ്കിലും
അവരെ സേഫ് ആക്കാനേ നോക്കുള്ളൂ. പക്ഷെ ഒരു നിമിഷം അത് അവർ വേറെ ആളോട് ഷെയർ ചെയ്തിട്ട്, നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാളോട് ഷെയർ ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ടീനെ അതിൽ നിന്ന് ഒഴിവാക്കാൻ, ആ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഒരു വലിയ പ്രശ്നത്തേക്ക് ആ കുട്ടി പോയി എത്തില്ല. അതെ, അവിടെ തീർച്ചയായിട്ടും 2 പോയിന്റാണ് എനിക്ക് അടിവരയിടാൻ തോന്നിയത്. ഒന്ന്, ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ്. പറഞ്ഞല്ലോ, ആ ഒരു MDMA പോലുള്ള വലിയ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ, കെമിക്കലാണ്. അതെ അതെ, ആ ഒരു കെമിക്കൽ ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് നല്ല ആപത്തിലേക്ക് കൊണ്ടുപോകും. അതെ അതെ, അതുകൊണ്ട് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ഒരു തവണ പോലും അത് തൊടാതിരിക്കുക എന്നുള്ളതാണ്, അതിനടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പരിഹാരം. ഒന്നാമത് സമൂഹത്തിൽ ഇപ്പൊ സുലഭമായിരിക്കും. MDMA എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ എന്തൊരു സംഭവമായിരുന്നു, പക്ഷെ ഇപ്പൊ കുട്ടികളുടെ ഇടയിലൊക്കെ MDMA, കാരണം ഇപ്പൊ ഈ സിനിമ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതാണ്, ഏത് സിനിമ തുറന്നാലും ലഹരി ഇല്ലാത്തൊരു സിനിമ ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏത് സിനിമ തുറന്നാലും, ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും ആ സിനിമ തുറന്നിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ ആയി കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലഹരി, മറ്റേ മദ്യപാന ആരോഗ്യത്തിനായിരിക്കും. അങ്ങോട്ട് അവരെന്നെ അതിന് പരസ്യമുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ പരസ്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഈ ഒരു സിനിമാ പ്രവർത്തകരും മറ്റുമൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു ലഹരി പരിവേഷം, ലഹരി ഉപയോഗിക്കുന്നവർക്ക് എന്നിട്ട് അതുവഴി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു താരപരിവേഷം കൊടുക്കുകയും എന്നിട്ട് ആ താരങ്ങളെ കുട്ടികൾ അനുകരിക്കാൻ ശ്രമിക്കുകയും തന്നെയല്ലേ. കാരണം ഇതിനു മുമ്പ് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ന്യൂസിൽ, അതിന് ഈ നടന്മാരാണെങ്കിലും മറ്റുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികൾ കാണുമ്പോൾ ഇപ്പൊ ഇൻസ്റ്റഗ്രാം പോലത്തെ റീൽസ് പോലത്തെ എല്ലാ സംഭവത്തിലും ഇത് കാണുമ്പോൾ, ഈ സിനിമയിൽ കാണുന്നത് റീൽസ് ആയിട്ട് ചെയ്യും, കുട്ടികൾ ചെയ്യും. നമ്മൾ ചിലപ്പോൾ അത് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇത് എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ അതിങ്ങനെ കുറച്ചായിട്ട് ഉള്ളിലേക്ക് വെക്കും. ഹീറോയിസ് ആണ്. അപ്പൊ ഒരു ഗുണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഗുണ്ട, എനിക്കും ഗുണ്ട ആവണം എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ചിന്തിക്കുള്ളൂ. പക്ഷെ അത് അതിന് പകരം വേറൊരു ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും. കാരണം ആ പരസ്യം കണ്ടിട്ട്, ആ കുട്ടി ആ പരസ്യം കണ്ടിട്ട് നാളെ അത് മറ്റൊരു ഇൻസ്റ്റാഗ്രാം റീൽസിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്കും ചിന്തിക്കുന്നത് ഇതെന്താ സംഭവം, ഇത് നമുക്കൊന്ന് നോക്കണല്ലോ, നോക്കി പിറ്റേ ദിവസം ഒന്ന് അടിച്ചു നോക്കാം. ഒരു വട്ടം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഒറ്റ വട്ടമല്ലേ ഉള്ളൂ, പിന്നെ ഇതാക്കൂല. അതാണ് സ്റ്റാർട്ടിങ് എന്ന് പറയാം. ഒരൊറ്റ വട്ടമുള്ളൂ, പിന്നെ അതിന് ഇത് ഉപയോഗിക്കൂല. അത് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഞാൻ തന്നെ പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് ഒരൊറ്റ വട്ടം ഒന്ന് ഉപയോഗിച്ച് നോക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ കണ്ട് നിർത്താം. അതാണ്. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല. അല്ല, ഒരിക്കലും ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറ്റില്ല. ഉപയോഗിച്ചിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും, ഉപ്പയാണെന്നുണ്ടെങ്കിലും ഉമ്മയാണെങ്കിലും അവരെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള കാശ് ഉണ്ടാക്കും. ആ കാശ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ അവരുടെ അടുത്തേക്ക് പോകും. അവര് ലക്ഷങ്ങളും കോടികളും അവർ ഇതുകൊണ്ട് ഉണ്ടാക്കുക. അത് ഒരു കുടുംബത്തിന്റെ കണ്ണീരുകൊണ്ടാണ് അവർ ഇത്രയും വലിയ അഡിക്ഷൻ ആണ്. അതെ അതെ, അത് ഒന്നും പറയാതിരിക്കാതെ. അതെ അതെ അതെ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളോട്, ഇളം തലമുറയിലെ കുട്ടികളോടാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാക്കുന്ന വിപത്തുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് ഇപ്പോൾ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഉപ്പയോടും ഉമ്മയോടായാലും അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടായാലും പെങ്ങളാണെങ്കിലും, അതെ അതെ, ഉപ്പയാണെന്നുണ്ടെങ്കിലും അനിയനാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ നമ്മുടെ മുമ്പിൽ. അപ്പൊ ആരാണെങ്കിലും ഒരുപോലെ നമുക്കിത് കിട്ടണം. ഒരാളും തടസ്സാൻ പാടില്ല. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ഇത് ഉപയോഗിച്ചിട്ട്, ഇപ്പൊ ഇന്നലത്തെ ഒരു ന്യൂസിലുണ്ടായിരുന്നു, ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഹോസ്പിറ്റലിനടുത്ത ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആ കാലത്തുണ്ടായിരുന്ന അതേ സാഹചര്യം അവനിലും ഉണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രയാസങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം. അതെ, കുട്ടികള് പരമാവധി എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും അത്ര ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ ഒന്നും പറയാനുള്ളത് തന്നെ, നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഒന്നിലേക്ക് നമ്മൾ അധ്യാപകരോട് പറയാം. ചിലപ്പോൾ പണ്ടത്തെ ഒരു പറഞ്ഞ അവർ പറയും അതൊന്നും പുറത്താരൊന്നും പറയണ്ട, ചിലപ്പോൾ അത് നമ്മൾ ദോഷം ചെയ്യുമെന്ന് പറയും. കാരണം അത് സാധാരണ കുടുംബങ്ങളാകുമ്പോൾ, ഇപ്പോൾ എൻ്റെ കാര്യം എന്ന് പറയാം, ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം അത് ഞാൻ പറയല്ലോ, ആ ന്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ, പക്ഷെ
ഞാനത് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചിന്തിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം ഞാൻ പറയാം അള്ളാന്റെ കയ്യിലാണ്, പഠിച്ചോണ്ട് തന്നെ. അത് ഇന്നല്ലെങ്കിൽ നാളെ മരണം ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അത് ഇനി നല്ല രീതിക്കാണെങ്കിൽ ഇനി എനിക്ക് എന്തെങ്കിലും ഇതാകുന്നുണ്ടെങ്കിലും ഞാൻ സന്തോഷമായിട്ട് മരിക്കും. കാരണം ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരുപാട് കുടുംബങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അവർ മക്കൾക്കാണെങ്കിലും മറ്റു എല്ലാവർക്കാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 100% വിശ്വാസത്തോടു കൂടി ഞാൻ മരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു മരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്. പിന്നെ അടുത്തൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ സംസാരത്തിലുടനീളം കുറേ കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബരംഗത്ത്, നമ്മുടെ പഠന രംഗത്ത്, അതുപോലെ മറ്റു സാമ്പത്തിക രംഗത്തൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു ദുരന്തങ്ങൾ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ആള് ഈ ഗോവയ്ക്ക് യാത്ര പോയതാണ്, ഫ്രണ്ട്സുമായിട്ട് യാത്ര പോയത്. പോകുന്ന സമയത്ത് ആളൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആളുടെ കയ്യിൽ 10 പൈസയില്ല. അങ്ങനെ ആള് രണ്ടാമത്തെ വട്ടം പോയി, മൂന്നാമത്തെ വട്ടം പോയി, നാലാമത്തെ വട്ടം പോയി. ആ 4 പോക്കിൽ 11 ലക്ഷം രൂപ ആ രണ്ട് വാഹനങ്ങൾ വീട്ടിലത്തെ വണ്ടി വിറ്റു, എല്ലാ കാര്യങ്ങളും വിറ്റിട്ട് ആ കാശ് കൊണ്ടാണ് ഇയാൾ അങ്ങോട്ട് പോകുന്നത്, ഗോവയ്ക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഈ ഗോവയിൽ ഒരു തരം പൊടി, നമ്മുടെ നാട്ടിൽ MDM എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു മാരകമായിട്ടുള്ളൊരു പൊടി കിട്ടുന്നുണ്ട്. ആ പൊടി ഒരു ഡ്രഗ്സ് ആണ്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരാഴ്ച, അതുപോലെ 3 ദിവസം 4 ദിവസമാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ചിരിച്ചുകൊണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിക്കൊക്കെ എങ്ങനെയൊക്കെ ദോഷം ചെയ്യുമോ ആ രീതിയിലൊക്കെ ദോഷം ചെയ്യും. കാരണം നമ്മൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടാവും നിൽക്കുന്നുണ്ടാവുക, പക്ഷെ ആ ചിരിച്ചുകൊണ്ട് നമ്മൾ രക്തം വാർന്നെടുത്തിട്ടുണ്ടാകും. ആ രക്തം വാർന്നെടുക്കും. നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിലും ആ ചിരിച്ചുകൊണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ നമ്മൾ ദ്രോഹിക്കും. നമ്മൾ ചിരിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ മുമ്പിൽ സ്വഭാവം ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ നമ്മൾ ദ്രോഹിക്കും. പലപ്പോഴും ഈ മദ്യത്തിനെ അപേക്ഷിച്ച് ഇത്തരം സാധനങ്ങൾ കാണുന്ന ഒരു സംഗതി അതാണ്. മദ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരൊരു സൈഡായി അതൊരു എന്ത് ചെയ്യും, കള്ളു പിടിച്ചിട്ട് മറ്റേ പാമ്പ് കണ്ടില്ല, പാമ്പിന് വല്ല എഴുന്നറിയില്ല, അതിന്റെ സൈഡിലും കിടക്കുക ചെയ്യുള്ളൂ. പക്ഷെ മദ്യവും ലഹരിയാണ്. മദ്യം കുടിക്കുന്ന ആളുകൾക്ക് എന്താ കിഡ്നി അടിച്ചു പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ലിവർ അടിച്ചു പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ലഹരിയാണ്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരാളും ലഹരി ഉപയോഗിക്കാത്ത നോർമൽ ഒരു വ്യക്തിയും, രണ്ടാളും ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടല്ലോ, ആൾക്ക് കൈ കൊണ്ട് പൊക്കാൻ വയ്ക്കൂല, അല്ലെങ്കിൽ കാലുകൊണ്ട് പൊക്കാൻ വയ്ക്കില്ല, നീച്ച് നിൽക്കാൻ പോലെ ആൾക്ക് വയ്ക്കൂല. കാണുന്നില്ല. ഇപ്പൊ ആരോഗ്യം ഉണ്ടാവും, പക്ഷെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തോണ്ടിയപ്പോ വീഴും. കാരണം അത്രയും ആരോഗ്യം മൊത്തം ഇതായിട്ടുണ്ടാവും, ക്ഷയിച്ചു പോയിട്ടുണ്ടാവും. കാരണം എല്ലിന്റെ ബലം കുറഞ്ഞിട്ടുണ്ടാവും, ഞരമ്പുകളൊക്കെ ബലം കുറഞ്ഞ് പറ്റൊരു അവശനായിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ഒരു കഞ്ചാവ് അടിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ വയറ് കണ്ടാവും, എല്ലൊക്കെ ഉണ്ട്, നമ്മളെ അസ്ഥിയൊക്കെ ഉണ്ട് പുറത്തേക്ക് കണ്ടിട്ടുണ്ടാവും. കാരണം ഈ കയ്യിന്റെ ഞരമ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കും. കാരണം കഞ്ചാവ് അടിക്കുന്ന ആളെ കണ്ടാൽ പെട്ടെന്ന് കണ്ട കൈ ഞരമ്പൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. കാരണം കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഉപയോഗം തുടങ്ങിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജാണ്, ഉപയോഗം തുടങ്ങിയ ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ണ് ചോക്കും. പക്ഷെ കുറച്ചൊക്കെ ഉപയോഗിച്ച് ആളുകളാണെന്നുണ്ടെങ്കിൽ ചോക്കും, പക്ഷെ അതൊരു കുറച്ച് അല്പസമയം വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ വയറും ശരീരം ഒട്ടി നിൽക്കുന്നുണ്ടാവും. നമ്മളെ ചെവി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കും. ചുണ്ട് ഒക്കെ ഒട്ടിയിട്ടുണ്ടാവും, കവളൊക്കെ ഒട്ടിയിട്ട്, മുഖം ഒട്ടിയിട്ടുണ്ടാവും, കഴുത്ത് ഒട്ടിയിട്ടുണ്ടാവും, വയറ് നെഞ്ഞ് ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ട് സാധാരണ ഒരു മനുഷ്യനേക്കാൾ ഒരു രൂപമായിട്ട് മാറിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിപത്തുകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ കുടുംബം, അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ എല്ലാം തകർന്ന്, ജീവിതം തന്നെ തകർന്ന് അങ്ങനെയൊക്കെ ജീവിക്കണമോ എന്നതാണ് ഇത് കാണുന്ന ലഹരി ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലും ചിന്തിക്കേണ്ടത്. ലഹരി ഒരു വട്ടം പോലും ഇതുവരെ ഉപയോഗിക്കാത്തവരും തീർച്ചയായും ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകണോ എന്നതാണ്. ഒരിക്കലും പോകേണ്ട എന്നാണെങ്കിൽ, ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു തരി പോലും ഉപയോഗിക്കരുത്. അത് എത്ര ആകാംക്ഷ തോന്നിയാലും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചവരാണെങ്കിൽ ഈ മൊമെന്റാണ് നിങ്ങൾക്ക് പിന്തിരിയാനുള്ള ഏറ്റവും നല്ല അവസരം. അടുത്ത മൊമെന്റിലേക്ക് വെക്കുന്തോറും അതിന്റെ അപകടം വർദ്ധിക്കും.
ഇത് കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ പെട്ടെന്ന് ഇത് ആകർഷിക്കും. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഇതാണ്, കാരണം ടി വിയിലും സിനിമയിലൊക്കെ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് നമുക്കൊന്ന് നോക്കാം എന്ന രീതിയിൽ. ഇപ്പൊ നമ്മളെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, സ്കൂൾ കുട്ടികൾ മറ്റേ സ്കൂൾ വിട്ട സമയത്ത് സിഗരറ്റ് വലിച്ചിട്ടാണ് പെൺകുട്ടികളാണ് സിഗരറ്റ് വലിച്ചിട്ട് നിൽക്കുന്നത്. അതൊരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് പ്രായപൂർത്തിയാത്ത കുട്ടികളാണ്. പക്ഷെ അപ്പത്തെ ഒരു കുറവാണ്. അത് കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കി കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും മറ്റു എല്ലാ രീതിയിലും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിലും മറ്റു എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അത് അവരെ എന്ത് ചെയ്യാം, അത് തുടക്കക്കാരാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ആരും അറിയാത്ത രീതിയിൽ അവരെ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ കൗൺസിലിങ് മറ്റുള്ള കാര്യങ്ങൾ അവർ പെട്ടെന്ന് ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ അവർ വയലൻ്റ് ആവും, ചിലപ്പോൾ അവർ ദേഷ്യപ്പെടും, ചിലപ്പോൾ ഉപദ്രവിക്കും, ചിലപ്പോൾ നമ്മൾ ഒക്കെ സഹിച്ചാലും ചിലപ്പോൾ ഒരു പക്ഷേ അവൻ രക്ഷപ്പെട്ട അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഉപദ്രവം, നമുക്ക് അടി കിട്ടും. നമ്മളെ എന്തൊക്കെ രീതിയിൽ നമ്മൾ അവരെ ദ്രോഹിക്കാൻ പറ്റും, ആ രീതിക്ക് അവർ നമ്മളെ ദ്രോഹിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റും എല്ലാം ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ആ കുട്ടിയെ ആ ഒരു വ്യക്തിയെ അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു, ആ സമൂഹം, അവൻ ചിലപ്പോൾ നാളെ അവനായിരിക്കും ആ സമൂഹത്തിലെ ഏറ്റവും വലിയ നിലയിൽ എത്തുന്ന ഒരാള്. ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കുക. കാരണം ആ വ്യക്തിയായിരിക്കും ചിലപ്പോൾ നാളെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഉന്നതിയിൽ എത്തുന്ന ഒരു വ്യക്തി അറിയുന്നത് ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കും. പിന്നെ ഒരു മതപരമായ കോണിൽ കൂടി നോക്കുമ്പോൾ ഒരാളെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കിട്ടുന്ന ഒരു പുണ്യം ഏറ്റവും വലുതാണ് പടച്ചോന്. ആ പടച്ചോനിൽ നിന്ന് കിട്ടുന്നത് പറയുന്നത് ഇപ്പൊ നമ്മൾ മദ്രസ ഏറ്റവും ഞാൻ പറഞ്ഞുതരാം, മദ്രസയിൽ മദ്യം ഹറാമാണെന്ന് പറയുന്നുള്ളൂ. പക്ഷെ അപ്പൊ കുട്ടികൾ മദ്യമല്ല ഹറാമുള്ളൂ, ഇത് ഹറാമല്ലല്ലോ. അത് കുട്ടികൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അതാണ് ശരിക്കും മദ്രസയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇതിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു മദ്രസയിലാണെന്നുണ്ടെങ്കിലും സ്കൂളിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് എന്ത് ചെയ്യണം കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കുട്ടികളാണ് ഇതിൽ, അതാണ് പിന്നെയും കുട്ടികൾ പറയുന്നത്, കുട്ടികളാണ് ഇതിൽ പെട്ടെന്ന് പെട്ടുപോകുള്ളൂ. കാരണം മുതിർന്നവർ ഇതിൽ പെട്ടെന്ന് പെട്ടുപോകില്ല. ഒരു 30 വയസ്സ് 25 വയസ്സ് ആ ഏജിലുള്ളവരുണ്ടല്ലോ, 25, 18, 16, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസ് മാലമോഷണം അതുപോലെ തന്നെ മറ്റുള്ള കേസുകളിലൊക്കെ പെടുന്നത് ഏറ്റവും കൂടുതൽ നോക്കിക്കൊള്ളൂ 25 വയസ്സിനും അതുപോലെ 18 വയസ്സ് 15 വയസ്സിന്റെ ഉള്ളിലുള്ള. അത് നിങ്ങൾ ഏത് ന്യൂസ് എടുത്താലും നിങ്ങൾക്ക് അറിയാൻ 18 വയസ്സിലെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സ് 18, 16 അതുപോലെ 15 ഈ 25-ൻ്റെയും 16-ൻ്റെയും ഇടയിലുള്ള കുട്ടികളാണ് ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം മുതിർന്നവർ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപൂർവം ആണ് പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണ്. അതാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുട്ടികളാണ് ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഉന്നം വെച്ചിട്ടുള്ളത് കുട്ടികളാണ്. കാരണം കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടുന്ന് എങ്ങനെയെങ്കിലും അത് കട്ടിട്ടാണെങ്കിലും പിടിച്ചു വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരതിൻ്റെ കാശ്, ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും അതിനുള്ള കാശ് അവർ ഉണ്ടാക്കും. പിന്നെ അവരടുത്തേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നുമില്ല. പക്ഷേ അവർക്ക് ഇതൊരു വലിയൊരു വരുമാനം, അവർ വലിയ ആളുകളാകുന്നു. നമ്മുടെ കുട്ടികളും കുടുംബവും നശിച്ച് ഒരു വഴിക്കുണ്ടായി. തീർച്ചയായിട്ടും ഈ വരികൾക്കിടയിൽ അത് തന്നെ ആ വഴിക്കാവുന്നു. അത് അങ്ങനെ തീരെയല്ല, ആ കുട്ടി നാളെ വലിയ ക്രിമിനലായി മാറുന്നു, കൊലപാതകയാകുന്നു. അത് വലിയൊരു സമൂഹത്തിന് തന്നെയാണ് വലിയ ദോഷമായി മാറുകയും ചെയ്യുന്നു. ഈ വരികൾക്കിടയിൽ വന്ന ഒരു വാചകത്തെ അടിവരയിടാൻ തോന്നിയത് തീർച്ചയായിട്ടും നമ്മുടെ മദ്രസ സിലബസുകളിൽ അതുപോലെ തന്നെ സ്കൂൾ സിലബസുകളിലൊക്കെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലായാലും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ അരമണിക്കൂർ വേണ്ട, ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ കുട്ടികൾക്ക് കളിക്കാൻ ഇതിനൊക്കെ സമയം ഉണ്ടല്ലേ, അതുപോലെ ഒരു അരമണിക്കൂർ അതിനിടയിൽ സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു സമയം കണ്ടെത്തണം, അധ്യാപകർ കണ്ടെത്തണം. കാരണം അത് നമ്മുടെ മക്കളാണ്, നമ്മളെ രക്ഷിതാക്കള് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്താ, അത് ആ മാതാപിതാക്കളെയൊക്കെ കൂടുതൽ കുട്ടികളെ ഇതാക്കുന്നത് അധ്യാപകരാണ്. അപ്പൊ ആ അധ്യാപകരോടുള്ള വിശ്വാസം
വിശ്വാസം കൊണ്ടാണ് കളിക്കുന്നത്. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടീനെ ആ അധ്യാപകൻ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതിലാണ് കേൾക്കുന്നത്. കാരണം ഈ ഉമ്മാക്കും ഉപ്പാക്കും അറിയുന്നില്ല ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടെന്നില്ല അറിയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ അധ്യാപകനും അറിയുന്നില്ല. കാരണം ഈ കുട്ടി ഇതിനിടയിൽ ആ വരുന്നതിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരും അറിയുന്നില്ല. കാരണം അതിനുവേണ്ടി പറയുന്നത് ഏറ്റവും ബെറ്റർ ഒന്ന് മദ്രസ അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം എല്ലായിടത്തും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ, ഞാൻ കൂടുതൽ സമയം ചോദിക്കേണ്ട, ഒരു അരമണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ കുട്ടി ആ കുട്ടി കാരണം നാളെ വരുന്ന മറ്റേ പ്രശ്നത്തിലേക്ക് പോയ ആ കുട്ടിയെയും കൂടി ആ കുട്ടിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങോട്ട് വലിച്ചിതാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂൾ വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ മദ്രസ വിട്ടു പോകുമ്പോൾ ആ കുട്ടിയെ എല്ലാ രീതിയിലും മാതാപിതാക്കൾ പരിശോധിച്ചിട്ട് എന്തൊക്കെയുണ്ടോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. കാരണം നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു ഇത് പറഞ്ഞുതരാം, സംസാരിക്കുമ്പോൾ അവരിങ്ങനെ തപ്പി ഇങ്ങനെ പറഞ്ഞു. കാരണം നമ്മൾ ചിരിച്ചു പെട്ടെന്ന് ദേഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ആള് ചിരിക്കും. കാരണം ആൾക്ക് ബോധമല്ല. അതാണ് പറയുന്നത്. നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോഴും അധ്യാപകർ എന്ത് ചെയ്യണം, ആ കുട്ടി എത്ര ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ, കാരണം അത്രയും കുട്ടികളാണ് നാളത്തെ വലിയ ആളുകളാണ്, ഞാൻ പറഞ്ഞില്ല, ആ വലിയ ആളുകളാണ്. അപ്പോൾ ആ സ്കൂളിലേക്ക് വരുമ്പോൾ അതിന് ഒരു അരമണിക്കൂർ ആ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മദ്രസ വിട്ട് തിരിച്ച് വിട്ട് പോവുകയാണെങ്കിൽ, ട്യൂഷൻ ആണെങ്കിൽ ട്യൂഷൻ വിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് ആ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, ആ കുട്ടിയെ ഏതൊക്കെ രീതിയിൽ പരിശോധിക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് പരിശോധിച്ചിട്ട് എൻ്റെ കുട്ടി ഇതിലില്ലാന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തണം. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ കൂടുതൽ കഞ്ചാവ് വലിക്കുന്ന ഇത് കഴിക്കുന്നത് കുട്ടികള്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മാതാപിതാക്കൾ ഒരു അന്ധമായ ധാരണയിൽ പോകരുത്. കാരണം എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം കുട്ടി ഏറ്റവും നല്ല കുട്ടിയാണ്. അവനെ അവിശ്വസിക്കുന്നതിൽ പലർക്കും പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതി മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ ഇത്രയും സുലഭമായ ലഹരി വസ്തുക്കളുടെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ കുട്ടിയെയും ഒരല്പം സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കണം. അത് ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിലല്ല, മറിച്ച് നമ്മുടെ കുട്ടിയും അതിൽ പെടാം ോ എന്നുള്ള ഒരു ശ്രദ്ധ എല്ലാ സമയത്തും ഉണ്ടാവണം. അതോടൊപ്പം പറഞ്ഞൊരു കാര്യം, അധ്യാപകർക്ക് ഇതിൽ വലിയ റോളുണ്ട്. പക്ഷെ അധ്യാപകരുടെ റോള് കുറച്ചു കൊണ്ടുവരുന്ന രൂപത്തിൽ സിസ്റ്റങ്ങൾ ഇടപെടരുത്. എന്ന് വെച്ചാൽ രക്ഷിതാക്കളായാലും ഒക്കെ അധ്യാപകരെ നിർജീവമാക്കുന്ന രൂപത്തിലെ ഇടപെടലുകൾ പലപ്പോഴും കുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുട്ടിയെ തല്ലി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിനെ വീട്ടിൽ നിന്ന് ആ കുട്ടിനെ സ്കൂളിലേക്ക് വിടുന്നത് അധ്യാപകർ നോക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ മാതാപിതാക്കളെ അതേ രൂപത്തിലാണ് ഈ അധ്യാപകർ നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മക്കളായിട്ടാണ് നമ്മൾ അധ്യാപകർ നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ തല്ലുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഒരു പ്രായത്തിന്റെ ഒരു ഇതാണ്. കാരണം കുട്ടികളെ തല്ലിയിട്ടുണ്ടെങ്കിലാണ് അവർക്ക് പഠിക്കുള്ളൂ. കാരണം പെട്ടെന്ന് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല. അതേപോലെ നമുക്ക് തല്ലേണ്ടി വരും. ആ തല്ലുമ്പോൾ എന്ത് ചെയ്യും, കുട്ടി അത് രക്ഷിതാക്കൾ വലിയൊരു പ്രശ്നമാക്കി മാറ്റി അത് എന്തോ ഒരു വലിയ സംഭവമാക്കി മാറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, അധ്യാപകർക്ക് കുട്ടികളെ സ്നേഹപൂർവ്വം ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അത് ഒരു അമിതമായ തലത്തിലല്ല പറയുന്നത്. ആ നിലക്ക് കുട്ടികളെ തിരുത്താനൊക്കെ ഉള്ള ഒരു അവസരം, ഒരു അവകാശം വകവെച്ച് കൊടുക്കണം. കാരണം അവരും കൂടി ഇടപെട്ടാൽ മാത്രമേ, കാരണം ഒരുപാട് സമയം അധ്യാപകരുടെ അടുത്താണ് കുട്ടികളുള്ളത്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും നമ്മൾ പൊതുസമൂഹവും മറ്റു സംഘടനകളും പാർട്ടികളും എല്ലാവരും ഒന്നിച്ച് ഏറ്റെടുത്താൽ മാത്രമേ വിപത്തിനെ നമുക്ക് രാഷ്ട്രീയ പാർട്ടി, ജനങ്ങളും അതുപോലെ ക്ലബുകളും അതുപോലെ വിമുക്തി ഉണ്ട്, എക്സൈസ് ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാ രീതിയിലും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് അതുപോലെ അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരാളുകളും ഇവിടെ നടക്കില്ല. ഇങ്ങനെ ഒരു കച്ചവടമാണെങ്കിലും ഒരു ഉപയോഗമാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. പക്ഷെ ഇനി അത് ഒരു കുറച്ചും കൂടി ബാക്കിലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയായിരുന്നു, നിർത്താൻ പറ്റും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഇനി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം അത്രയും അധികമായി കുട്ടികൾക്ക് ഇത് ആകർഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം, മീഡിയാസും പോലീസും ജനങ്ങളും എല്ലാവരും, എക്സൈസും വിമുക്തി, എല്ലാ രീതിയിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ വിപത്തിനെ ഇല്ലാതാക്കണം. പ്രളയം വന്നപ്പോൾ നമ്മൾ ഇല്ലാതാക്കിയില്ലേ, അതേപോലെ തന്നെ അതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം.
തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന ഇത്തരം ഇൻഫർമേഷൻസ് അതൊക്കെ കൃത്യമായി പോലീസിൽ എത്തിക്കാൻ അത് വളരെ സ്വകാര്യമായി തന്നെ ചെയ്യാൻ കേരള പോലീസിന്റെ യോദ്ധാവ് എന്ന വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അത്തരം നമ്പറിലേക്കൊക്കെ അയച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവരത് ഡീൽ ചെയ്യും. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും അവസാനം ഈ ഒരു അഭിമുഖത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സ്വാലിഹിന്റെ ഈ ഒരു മാറ്റം വളരെ സ്വാഗതാർഹമാണ്. നമ്മൾ പറഞ്ഞല്ലോ സ്വാലിഹിനെ ഈ ഒരു അഭിമുഖത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് സാധ്യമാണ് എന്ന് മാത്രമല്ല ശേഷം ലഹരിക്കെതിരെ സംസാരിക്കാൻ പോലുമുള്ള ഒരു ധൈര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് സ്വാലിഹിൽ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഏതായാലും അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു മാറ്റത്തെ സമൂഹം എത്ര കണ്ട് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു പഴയ കണ്ണിലൂടെ നോക്കുന്നുണ്ടോ എന്നുള്ളത്? അത് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിനെ നമ്മൾ ഫസ്റ്റിനെ നമ്മൾ തള്ളി വിടാതെ, കാരണം ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യാൻ ചെയ്യണം. ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചാൽ, അത് ഞാൻ പറയല്ലോ, 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഒരു പക്ഷേ ആ കുട്ടി അതിലേക്ക് പോവില്ല. പിന്നെ അങ്ങനെ പോയ വ്യക്തിയെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ വരുന്ന വ്യക്തിയെ നമ്മൾ ഉപേക്ഷിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അവനെ ചേർത്ത് പിടിച്ചിട്ട് അവന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുത്താൽ അത് നമുക്കും നാളത്തെ സമൂഹത്തിനും അത് ഗുണം ചെയ്യുക തന്നെയുള്ളൂ. അങ്ങനെ മാറി വന്ന ഒരാളെ സമൂഹം ഒന്നാമത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ സമൂഹത്തിനിടയിൽ അത് ഒരു മോശക്കാരനാണ്, അങ്ങനെ ഒരു ചിന്തയാണ്. അത് എന്തായാലും ഏത് നാട്ടിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ വരുന്ന വ്യക്തിയെ ആളുകൾ അപമാനിക്കും. അത് ഷുവറാണ്. പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട്, കാരണം എന്താ പറയല്ലോ, അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് കയറുമ്പോൾ നമ്മളായിരിക്കും അപ്പൊ വിജയിക്കുന്നുണ്ട്. അതെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാരണം ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ വിജയം ഇന്ത്യയാണ്. അതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവിടെ സമൂഹത്തിനും വലിയൊരു മെസ്സേജാണ് ഇത് ഈ ഒരു സംസാരത്തിലൂടെ കിട്ടുന്നത്. ഒരാൾ ഇതിൽ നിന്ന് മാറി വരാൻ സന്നദ്ധനായി അങ്ങനെ മാറി വന്നിട്ടും നമ്മളുടെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്, നമ്മളുടെ ഒരു മോശം ചിന്താഗതി കൊണ്ട് അവനൊന്നും മാറില്ല, അവന് മാറി എന്ന് പറയുന്നതൊക്കെ പൊള്ളത്തരമാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ വെച്ച് പുലർത്തരുത്. എല്ലാവരോടും പോസിറ്റീവായി ഇടപെട്ട് ഒരാളെങ്കിൽ ഒരാൾ അവർ തിരിച്ചു വരുമ്പോൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ, അവരെ വീണ്ടും പഴയതിലേക്ക് തള്ളിവിടാതെ സ്വീകരിക്കാനും അവരെ പൊതുസമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനും ഒക്കെയുള്ള സന്മനസ് നമ്മൾ കാണിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു സംസാരം ഒരുപാട് പേർക്ക്, ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുക, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. വിസ്ഡം സ്റ്റുഡൻസും ഈ ഒരു രംഗത്ത് ഇടപെടുന്നതിന്റെ ഒരു സാഹചര്യം ഇത് തന്നെയാണ്, വ്യാപകമായിരിക്കുന്നു. നമുക്ക് പിടിച്ചു കെട്ടേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക തന്നെ വേണം. കാരണം നമ്മൾ ഇതിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അത് നിങ്ങളെ തന്നെ ദോഷം ചെയ്യും. കാരണം അത് പിന്നെയും പറയാൻ കാരണം, നമ്മുടെ ഒരു കുട്ടി അത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ പോലും അതിലേക്ക് വിടരുത്. അതാണ് കൂട്ടുകെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ടിലുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യണം, ചേർത്ത് പിടിച്ചിട്ട് അതിൽ നമ്മളെ കുട്ടിനെയും കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് അവരെ കൗൺസിലിംഗ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും നോക്കണം. ഇല്ലെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡി-അഡിക്ഷൻ സെൻറ്റർ, മറ്റുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിനെ കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടിയായി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, ഒന്നാമത് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. കാരണം ഇതിങ്ങനെ തള്ളിവിടുമ്പോൾ എൻ്റെ മോൻ ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്, കാരണം പറയാൻ പറ്റില്ല. ഇത് എൻ്റെ മോൻ അതിലില്ല, കാരണം അവർക്ക് ഏറ്റവും, കാരണം എൻ്റെ മകനാണ് നമുക്ക് എപ്പോഴും, കാരണം മാതാപിതാക്കൾ ജീവിക്കുന്നത് എന്തിനാ, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ആ മക്കൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ മക്കൾ അത് ചെയ്യില്ല. ഇപ്പൊ എന്റെ കാര്യം വേറെ ആളെ പറയല്ല, എന്റെ കാര്യം കൂടെ പറയണ്ടേ. കാരണം എന്റെ മാതാപിതാക്കൾ ഞാൻ അപ്പൊ അന്ന് വില വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്റെ വാപ്പ മരിച്ച സമയത്ത് ആണ് ഞാന് വാപ്പാന്റെ വില അറിയുന്നത്. ഞാൻ ആ വാപ്പ മരിച്ച സമയത്താണ്. കാരണം എൻ്റെ വാപ്പാന്റെ നേരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വാപ്പാന്റെ വില അറിയുന്നത് എൻ്റെ വാപ്പ മരിച്ചിട്ട് എൻ്റെ മുമ്പിൽ വെക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വാപ്പാന്റെ വില അറിഞ്ഞത്. ഇന്നും ഞാൻ എൻ്റെ വാപ്പാനെ കുറിച്ച് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതാണ്, കാരണം മാതാപിതാക്കൾ ഒന്ന് ഇതിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അഭിമുഖം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അവസാനം പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ കണ്ണ് നനയിക്കുന്നതാണ്. നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ വഴിയിലേക്ക് പോകുന്നവർക്ക് സഹിക്കാൻ കഴിയില്ല. അവരെ വില വെച്ചിട്ടെങ്കിലും ഇത്തരത്തിലുള്ള മാർഗങ്ങളിൽ നമ്മൾ പിന്തിരിയാൻ തയ്യാറാകണം. അതോടൊപ്പം
ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്കൊക്കെ പറയുമ്പോൾ ഒരു പരലോക ബോധം, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്നവർ, അതുവഴി തിന്മകൾ ചെയ്യുന്നവർ, അവർക്ക് അതിവിശാലമായ സുഖസമ്പൂർണമായ സ്വർഗം ലഭിക്കില്ല എന്ന വിശ്വാസം കൂടി നമുക്കുണ്ടല്ലോ. അത് വിചാരിച്ചിട്ട്, അതുപോലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക്, പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരാത്തവർക്ക് നരകത്തിൽ കഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ കൃത്യമായി ഉറപ്പുള്ള വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേകമായി സ്വാലിഹിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും.